നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഠിനാധ്വാനത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ഉപ്പുപുരണ്ട ഒരു കഥയാണ്. നിങ്ങളുടെ പാഠാവലിയിലെ പരിശ്രമം എന്ന 2ാം യൂണിറ്റാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഈ പാഠഭാഗം തുടങ്ങുന്നത് പരിശ്രമത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോടെയാണ്. ചില ആളുകൾ വിജയത്തെക്കുറിച്ചു വെറും സ്വപ്നങ്ങൾ കാണുന്നു, എന്നാൽ മറ്റു ചിലർ ഉണർന്നിരുന്ന് കഠിനാധ്വാനം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൽ മഹാത്മാഗാന്ധിയുടെ പരിശ്രമവും കഠിനാധ്വാനവും എത്ര വലുതായിരുന്നു എന്ന് ഈ പാഠം പറയുന്നു. ഉദയൻ വാജ്പേയി എഴുതിയ ഗാന്ധിജിയുടെ ഉപ്പുകഥ എന്ന ഈ പാഠം കേവലം ഒരു രാജകഥയിൽ നിന്ന് തുടങ്ങി ലോകചരിത്രത്തിൽ ഇടം നേടിയ ദണ്ഡിയാത്രയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന ഉപ്പിന് എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിൽ ഒരു വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞതെന്നും ഗാന്ധിജി എങ്ങനെയാണ് ഉപ്പു സത്യാഗ്രഹത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയതെന്നും ഈ കഥ വിശദീകരിക്കുന്നു. ഈ കഥ സത്യത്തിൽ ഉപ്പിന്റെ കഥയാണ്. ഇനി പാഠഭാഗം നമുക്ക് മലയാളത്തിലൊന്ന് നോക്കാം. ഗാന്ധിജിയുടെ ഉപ്പുകഥ. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഥയിൽ ആ രാജാവിന് 4 പെൺമക്കളുണ്ടെന്നും സങ്കൽപ്പിക്കാം. അങ്ങനെയിരിക്കെ രാജാവ് തന്റെ പെൺമക്കളോട് നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. 1ാമത്തെ മകൾ പറഞ്ഞു, വലിയ സൂര്യനോളം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത് കേട്ട് രാജാവ് സന്തോഷത്തോടെ തലകുലുക്കി. 2ാമത്തെ മകൾ പറഞ്ഞു, ആകാശത്തിലെ ചന്ദ്രനും നക്ഷത്രങ്ങളും എത്രയുണ്ടോ അത്രയധികം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. രാജാവ് വീണ്ടും സന്തോഷത്തോടെ തലകുലുക്കി. എന്നിട്ട് 3ാമത്തെ മകളെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. അവൾ പതിയെ പറഞ്ഞു, ഭക്ഷണത്തിൽ ഉപ്പിനോളം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ കഥ നീണ്ടുപോകുന്നതാണ്. ആദ്യം രാജാവിന് ഈ മറുപടി ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ കഥയുടെ അവസാനം ആ രാജാവ് ഭക്ഷണത്തിലും ജീവിതത്തിലും ഉപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. അപ്പോൾ മാത്രമാണ് തന്റെ ഇളയ മകളുടെ സ്നേഹത്തിന്റെ ആഴം അദ്ദേഹം തിരിച്ചറിയുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ കഥ രാജാവിൻ്റേതോ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളുടേതോ അല്ല. ഇത് അദ്ദേഹത്തിന്റെ പെൺമക്കളെക്കുറിച്ചോ അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അല്ല. ഇത് ഉപ്പിന്റെ കഥയാണ്. മഹാത്മാഗാന്ധിയും ഒരു ഉപ്പുകഥ എഴുതിയിട്ടുണ്ട്. ആ കഥ അദ്ദേഹം പറഞ്ഞെഴുതിയതല്ല, അത് അദ്ദേഹം നടന്നുകൊണ്ട് എഴുതിയതാണ്. 100 കണക്കിന് മൈലുകൾ നടന്നാണ് അദ്ദേഹം ആ കഥ എഴുതിയത്. അദ്ദേഹത്തോടൊപ്പം നടന്ന രാജ്യമെമ്പാടുമുള്ള ആളുകളും ആ കഥ എഴുതി. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ നടത്തുന്ന അനിയന്ത്രിതമായ കൊള്ളയിൽ അവർക്കെല്ലാം കടുത്ത ആശങ്കയുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു അവർ. ഭാരതത്തെ ഒരു പുതിയ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സ്വപ്നം കണ്ടവരായിരുന്നു അവർ. ആ ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയിരുന്നു. ഇത് കാരണം ഉപ്പിന് വളരെ വില കൂടി. സ്വന്തമായി ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ തടഞ്ഞിരുന്നു. ആരെങ്കിലും സ്വന്തം കടൽവെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കിയാൽ അവർക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിജി തന്റെ ചില അനുയായികളോടൊപ്പം അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡി എന്ന പേരുള്ള കടൽത്തീര ഗ്രാമത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. അവിടെ ചെന്ന് കടൽവെള്ളത്തിൽ നിന്ന് സ്വന്തമായി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ ആ കറുത്ത നിയമം ലംഘിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 3 ആഴ്ചയോളം ഗാന്ധിജി കാൽനടയായി നടന്നു. രാജ്യമെമ്പാടുമുള്ള ആളുകൾ വന്ന് അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അങ്ങനെ അദ്ദേഹം ദണ്ഡിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തോടൊപ്പം ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. കടൽവെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഉപ്പ് പുറത്തെടുത്ത് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിക്കാൻ അവരാഗ്രഹിച്ചു. ഇതിലൂടെ ഇന്ത്യയുടെ മേലുള്ള ബ്രിട്ടീഷുകാരുടെ പിടി അയഞ്ഞു. വഴിയിൽ നിരവധി ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജിയും കൂട്ടുകാരും എവിടെ തങ്ങിയാലും ഗ്രാമവാസികൾ അവരെ നിറഞ്ഞ മനസ്സോടെ ഭക്ഷണം നൽകി സൽക്കരിച്ചു. അവർ രാത്രി ഗ്രാമങ്ങളിൽ തങ്ങി രാവിലെ വീണ്ടും യാത്ര തുടർന്നു. ദണ്ഡിയിലെത്തിയ ഉടനെ എല്ലാവർക്കും ആകാശം വരെ പരന്നുകിടക്കുന്ന കടൽ കാണാനായി. തിരമാലകൾ കണ്ടു. തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. കടൽക്കരയിലെ കുഴികളിൽ ഉപ്പു ചേർന്ന് കട്ടിയായ വെള്ളവും തനിയെ രൂപപ്പെട്ട ഉപ്പും കണ്ടു. അവരെ ഇവിടെ എത്തിച്ചതിലൂടെ ഗാന്ധിജി രാജ്യത്തിനു മുഴുവൻ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതനാകാനുള്ള വഴി കാണിച്ചുകൊടുത്തു. നമ്മുടെ സുഹൃത്തും കഥാകാരനുമായ അനന്തമൂർത്തി പറയുമായിരുന്നു, ഗാന്ധിജി കടൽക്കരയിൽ കയ്യിലൊരു പിടി ഉപ്പു വാരിയെടുത്തപ്പോൾ
അദ്ദേഹം രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള വഴി തുറന്നു. 17 വർഷത്തിനു ശേഷം ആ വഴിയിലൂടെ നടന്നുകൊണ്ട് രാജ്യം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടി. ഈ മനോഹരമായ കഥ എഴുതിയത് ഉദയൻ വാജ്പേയിയാണ്. സാഹിത്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും അദ്ദേഹം തന്റെ എഴുത്തു പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഘുഡ്സവാർ, അതായത് കുതിരപ്പടയാളി, രേത് കിനാരെ കാ ഘർ, അതായത് മണൽ തീരത്തെ വീട്, പേഡ് ഓർ പർഛായി, അതായത് മരവും നിഴലും. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.